Hello everyone. നമ്മളുടെ IELTS ഫ്രീ ക്ലാസ് സീരീസിന്റെ 4th ക്ലാസ് ആണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് മൊഡ്യൂളാണ്. റൈറ്റിംഗ് മൊഡ്യൂളിൽ തന്നെ അക്കാഡമിക്കിൻ്റെ ടാസ്ക് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സസ് 3 ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാ മൊഡ്യൂൾസിൻ്റെയും നമ്മൾ ഓരോ മൊഡ്യൂൾ വീതമായിട്ടുള്ള ക്ലാസ്സും പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത മൊഡ്യൂളായിട്ടുള്ള റൈറ്റിംഗ്. ഞാൻ പറഞ്ഞ പോലെ അക്കാഡമിക് റൈറ്റിംഗിൻ്റെ ടാസ്ക് 1 ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലേ, റൈറ്റിംഗ് വി ഹാവ് 2 ടാസ്ക്സ്, ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2. അതിൽ തന്നെ ടാസ്ക് 2 എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോമൺ, ഇറ്റ് ഇസ് സെയിം ഫോർ ബോത്ത് ജനറൽ ട്രെയിനിങ് ആൻഡ് അക്കാഡമിക്. ടാസ്ക് 2 സെയിം ആണ്, വൈൽ ടാസ്ക് 1 ഇസ് ഡിഫറെൻറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ അക്കാഡമിക്കിൻ്റെ ടാസ്ക് 1 ആയിട്ടുള്ള റിപ്പോർട്ട് റൈറ്റിംഗ് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ റിപ്പോർട്ട് റൈറ്റിംഗ്. യെസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബ്രീഫ് ഓവർവ്യൂ, നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ ഡ്യൂറേഷൻ, ഇതിൻ്റെ നമ്മളുടെ ടൈമിംഗ്, അതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് റൈറ്റിങ്ങിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നോക്കാം. അപ്പം ആസ് യു ക്യാൻ സീ വി ഹാവ് 2 ടാസ്ക്സ് ഇൻ റൈറ്റിംഗ് ആൻഡ് ദ ഡ്യൂറേഷൻ ആസ് യു നോ ഇറ്റ് ഇസ് 1 hour. നമ്മളുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 1 hour ടെസ്റ്റാണ്. ആൻഡ് വി ഹാവ് 2 ടാസ്ക്സ് ആൻഡ് ടാസ്ക് 1 you are supposed to complete in 20 minutes and task 2 you are supposed to complete in 40 minutes. ഓക്കെ, അപ്പോൾ ഈവൻ ദോ നമുക്കിങ്ങനെ ഒരു കറക്റ്റ് ഒരു ടൈം ഡിവിഷൻ ഒന്നുമില്ല നമ്മളുടെ എക്സാമിന്, പക്ഷേ നമ്മൾ ഈ ഒരു ടൈമിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്താണ് ആവശ്യം. ഓക്കെ, ആൻഡ് ആസ് യു കെൻ സി നമുക്ക് ടോട്ടൽ ബാൻഡ് സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് അല്ലേ. എല്ലാ മൊഡ്യൂളും 9 ആണ്. അതിൽ തന്നെ റൈറ്റിങ്ങിൻ്റെ ടാസ്ക് വരുമ്പം ബോത്ത് ദ ടാസ്ക് ആർ ഇൻഡിവിജ്വലി അസസ്ഡ് ഔട്ട് ഓഫ് 9. അപ്പം ടാസ്ക് 1ഉം ടാസ്ക് 2ഉം സെപ്പറേറ്റ്ലി ഔട്ട് ഓഫ് 9 അസസ് ചെയ്യും. അത് കൂടാതെ എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഒരു ആവറേജ് പോലെ എടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ദി കറക്റ്റ്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ആവറേജ് അല്ല ഇതിൻ്റെ കാൽക്കുലേഷൻ. ആസ് യു ക്യാൻ സി ടാസ്ക് 1 is worth about 33% of the total score. Okay, and task 2 is worth about 66% of the total score. അപ്പം നമുക്ക് കാണാം എങ്ങനെയാണ് നമ്മളിതിൻ്റെ സ്കോർ എന്നിട്ട് രണ്ടും ഇൻഡിവിജ്വലി ഔട്ട് ഓഫ് 9 അസസ് ചെയ്തിട്ട് ടാസ്ക് 1ൻ്റെ സ്കോർ നമ്മൾ 33% എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ 33 or 34% എടുക്കും. ടാസ്ക് 2ൻ്റെ സ്കോറാണ് നമ്മൾ ബാക്കി 66 or 67% എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ വെയിറ്റേജ്, വിച്ച് മീൻസ് ദാറ്റ് ടാസ്ക് 1 എന്ന് പറയുന്നത് ഹാഫ് ദ വെയിറ്റേജ് ഓഫ് ടാസ്ക് 2 ആണ്. അപ്പം ടാസ്ക് 1ൻ്റെ വെയിറ്റേജ് കുറവാണ്. ആൻഡ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ വേർഡ് ലിമിറ്റ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ടാസ്ക് 2 ആണ് കൂടുതൽ വേർഡ്സിൽ എഴുതേണ്ട എക്സാം. സോ ടാസ്ക് 1 കമ്പാരിറ്റീവ്ലി വേർഡ് ലിമിറ്റും ഒക്കെ കുറവായതുകൊണ്ട് തന്നെ, അതുപോലെ വെയിറ്റേജും മാർക്കിന് കുറവായതുകൊണ്ട് നമ്മൾ 20 മിനിറ്റ്സിലാണ് ടാസ്ക് 1 is supposed to be completed and the remaining 40 minutes is to be given for task 2. ഓക്കെ, യെസ്. ഇനിയും നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? വേർഡ് ലിമിറ്റ് ഓർ വേർഡ് കൗണ്ട്. ആൻഡ് വേർഡ് കൗണ്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ റൈറ്റിംഗ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് നമ്മൾ എന്താണ് കാണുന്നത്? ടാസ്ക് 1ൻ്റെ വേർഡ് ലിമിറ്റ്. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് ടാസ്ക് 1ൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ടാസ്ക് 1ൻ്റെ വേർഡ് ലിമിറ്റ് എത്രയാണ്? 150 to 200 വേർഡ്സ്. ഓക്കെ, സോ നിങ്ങളുടെ റിപ്പോർട്ട് റൈറ്റിംഗ് അല്ലെങ്കിൽ ജനറൽ വരുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എത്രയാണ്? 150 to 200 വേർഡ്സിലാണ് നിങ്ങൾ റിപ്പോർട്ട് റൈറ്റിംഗ് എഴുതേണ്ടത്. ഓക്കെ, ആൻഡ് യു ക്യാൻ സി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ടാസ്ക് 1ൻ്റെ ടൈമിംഗ് എത്രയാണ്? 20 മിനിറ്റ്സ്. ഈ 20 മിനിറ്റ്സിലാണ് നമ്മൾ 150 to 200 വേർഡ്സിലുള്ള റിപ്പോർട്ട് റൈറ്റിംഗ് എഴുതേണ്ടത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ സ്കോറിംഗ് എന്ന് പറയുന്നത് 33% ഓഫ് ദി ടോട്ടൽ സ്കോറാണ് ടാസ്ക് 1 വരുന്നത്, ബാക്കി ടാസ്ക് 2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. ഈ ടൈം ഡ്യൂറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടൈം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എഴുതണം, കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതണം. അതുപോലെ തന്നെ എത്ര ഇതാണ് വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്, ഇതൊക്കെ എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യങ്ങളാണ് നമ്മൾ റൈറ്റിംഗ് ടാസ്ക് 1ഉം ടാസ്ക് 2ഉം പഠിക്കുമ്പോൾ. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് റിപ്പോർട്ട് റൈറ്റിംഗിൽ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തിൻ്റെ റിപ്പോർട്ടാണ്, എന്താണ് നമ്മൾ റിപ്പോർട്ട് റൈറ്റിംഗിൽ എഴുതുന്നത്, എന്താണ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് റൈറ്റിംഗിൽ. ഓക്കെ, സോ യു ക്യാൻ സി എന്തൊക്കെയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്: ഗ്രാഫ്, പൈ ചാർട്ട്, ടേബിൾ, മാപ്പ് ആൻഡ് പ്രോസസ് ഡയഗ്രാം. ഓക്കെ, സോ ദീസ് ആർ ദ 5 types of questions that we have for ടാസ്ക് 1. ടാസ്ക് 1ൽ അക്കാഡമിക്കിന് ചോദിക്കുന്ന 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ഇതെല്ലാം വരില്ല, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഉള്ളത്? ഗ്രാഫ് ഉണ്ട്. സോ ഗ്രാഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ, ഗ്രാഫ്സ് ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി എനി ബാർ ഗ്രാഫ് ഓർ എ ലൈൻ ഗ്രാഫ്. സോ യൂഷ്വലി ബാർ ഓർ ലൈൻ ഗ്രാഫ്സ് ആണ് ചോദിക്കാറുള്ളത്. ഇതിലേതെങ്കിലും ഒരു ഗ്രാഫ് ആയിരിക്കും.
അല്ലെങ്കിൽ പൈ ചാർട്ട് എന്താണെന്ന് നമുക്കറിയാം അല്ലേ, ഒരു സർക്കിളിൽ ഡേറ്റ ഒക്കെ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് പൈ ചാർട്ട്. സോ ചിലപ്പോൾ പൈ ചാർട്ട് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ടേബിൾ എന്ന് പറയുമ്പോൾ ടേബിളിൽ ഡേറ്റ തന്നെ ഉള്ള ടേബിളാണ് നമുക്ക് ടേബിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ടാസ്ക് 1 വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡേറ്റ കാണിക്കുന്ന ഒരു ടേബിൾ ആയിരിക്കും ചിലപ്പോൾ ടാസ്ക് 1 ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എന്താണ് മാപ്പ്. സോ മാപ്പ് എന്ന് പറയുമ്പം അതൊരു ജോഗ്രഫിക്കൽ മാപ്പ് ഒന്നുമല്ല, പകരം എന്താണ്, ഇറ്റ് വിൽ ബി ദ മാപ്പ് ഓർ എ ലേ ഔട്ട് ഓഫ് എ പെർട്ടിക്കുലർ പ്ലേസ്. ചിലപ്പോൾ ഒരു വില്ലേജ് ഏരിയയുടെ ഒരു ലേ ഔട്ട്, അല്ലെങ്കിൽ ഒരു ടൗണിൻ്റെ ലേ ഔട്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. ആൻഡ് യൂഷ്വലി മാപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം 2 മാപ്പ് തന്നിട്ടുണ്ടായിരിക്കും, എന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ഒരു പ്ലേസിൻ്റെ തന്നെ 2 ടൈമിലെ മാപ്പൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒരു വില്ലേജിൻ്റെയോ ടൗണിൻ്റെയോ മേ ബി ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കൊടുക്കാം, ചിലപ്പം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ചേഞ്ചസ്, ഇങ്ങനത്തെയൊക്കെ മാപ്പായിരിക്കും മാപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് യൂഷ്വലി വരുന്നത്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, പ്രോസസ് ഡയഗ്രാം. സോ ആസ് ദ നെയിം ഇറ്റ് സെൽഫ് സജസ്റ്റ്, പ്രോസസ് ഡയഗ്രാം അല്ലേ, ഒരു ഡയഗ്രാമാണ് വിച്ച് ഷോസ് എ പ്രോസസ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആയിരിക്കും. അപ്പോൾ പ്രോസസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സുകളോ ഹ്യൂമൻ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പ്രോസസ്സുകളോ, അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും നാച്ചുറൽ പ്രോസസ്സ് ആയിട്ടുള്ള എന്തെങ്കിലും മേ ബി റെയിൻ വാട്ടർ സൈക്കിൾ, അങ്ങനത്തെ പ്രോസസ്സ്, ഈവൻ നമ്മളുടെ ലൈഫ് സൈക്കിളുകൾ ഉണ്ട്, ഹണി ബീഡ്, അങ്ങനെ എന്തെങ്കിലും ഇൻസെക്ട്സിൻ്റെ ഒക്കെ ലൈഫ് സൈക്കിൾ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് കാണിക്കുന്ന പിക്ചേഴ്സ് ഉണ്ടായിരിക്കും ഡയഗ്രാമായിട്ട്. അപ്പോൾ അതായിരിക്കും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് കോൾഡ് പ്രോസസ് ഡയഗ്രാം. സോ ദീസ് ആർ ദി 5 types of question that you have for task 1. ഇത് 5 നമുക്ക് ടാസ്ക് 1 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് മനസ്സിലായി അല്ലേ. ഇനി ഇത് എങ്ങനെ എഴുതണം, റിപ്പോർട്ട് റൈറ്റിംഗ് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, എന്താണ് ഈ റിപ്പോർട്ട് റൈറ്റിംഗിൽ എഴുതേണ്ടത്, വാട്ട് ആൾ തിങ്സ് യു ഷുഡ് എന്താണ് കെയർഫുള്ളി അനലൈസ് വെൻ യു ഡു എ റിപ്പോർട്ട് റൈറ്റിംഗ് എന്നുള്ളതൊക്കെ നമുക്ക് നമ്മളുടെ ഫുൾ ക്ലാസ്സിൻ്റെ ഫുൾ വീഡിയോയിൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ആ ഫുൾ വീഡിയോ, ക്ലാസ്സിൻ്റെ ഫുൾ വീഡിയോ നമ്മളുടെ ടെലിഗ്രാം ചാനലിലാണ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നമ്മളുടെ ഫുൾ ക്ലാസ് കാണുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക്. ഓക്കെ, സോ ബൈ.